ഹലോ, ഇത് നോക്കിയേ, ഇത് സൂചി കൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, കാരണം ഇത് സൂചി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നോക്കിയാലോ, കുറേ സൂചികൾ എടുത്തിട്ടുണ്ട്, കുറച്ച് മുത്ത്, ഒരു ബ്ലാക്ക് ബ്ലൂ മിക്സ് ഒരു കളറാണ് കേട്ടോ, പിന്നെ കുറച്ച് സിൽവറും എടുത്തിട്ടുണ്ട്. ഇനി ഈ സൂചിയിലേക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു സിൽവർ മണിയും അപ്പോൾ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരു 70 to 80 സൂചികളുണ്ട് കേട്ടോ. 2 സൈസ് ഉണ്ട് ഇതിൽ, ഒരു ചെറിയ സൈസും ഒരു വലിയ സൈസും. അപ്പോൾ രണ്ടും കൂടെ ഷഫിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആങ്കർ ത്രെഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആങ്കർ ത്രെഡ് ഒരു 4 സ്ട്രാൻഡായിട്ട് കുറച്ച് നീളത്തിൽ അങ്ങോട്ട് എടുക്കാം. കാരണം നമ്മൾ ബാക്കിലേക്ക് കെട്ടുമ്പോൾ നീളം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി സൂചികളുടെ മുത്തുള്ള ഭാഗം ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്തിട്ട് നമുക്ക് എത്രയോ സൂചി ഉണ്ടോ അത് ഫുൾ കോർത്തെടുക്കാം. മിക്സായിട്ടാണ് ഞാൻ കോർക്കണത് കേട്ടോ. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് ചെറിയ സൈസും റൈറ്റ് സൈഡിലിരിക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസാണ്. അപ്പോൾ രണ്ടും കൂടെ ഇട കലർത്തിയിട്ടാൽ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. ഒരു 2017-18 അപ്പോഴാണ് ഞാൻ ആദ്യത്തെ സൂചിമാല ഉണ്ടാക്കുന്നത്. അത് ഞാൻ അതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ തംബ്നെയിലിൽ കൊടുത്തേക്കുന്നത്. ഒരു എണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എവിടെയാണ് ഞാൻ നോക്കിയെടുത്തിട്ട് കിട്ടിയാൽ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ നോക്കിയാൽ അറിയാം, ഡിഫറെൻറ്റ് സൈസ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്ന കാണാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു 3 ചെറുത് ഒരു വലുത്, 2 ചെറുത് ഒരു വലുത്, ഒരു ചെറുത് ഒരു വലുത്, എങ്ങനെ വേണമെങ്കിലും മിക്സാക്കാം. അങ്ങനെ മാല ഉണ്ടാക്കി ഒരു വിധം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി സാരി എടുക്കുന്ന അമ്മ സൂചി ചോദിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൂചി മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പണിക്കിറങ്ങാൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഈ കോർത്ത് കഴിഞ്ഞ് പിന്നെ ഊരിയെടുക്കൽ എളുപ്പമല്ല, കാരണം നമ്മളിതിൻ്റെ അറ്റത്തെ വാലിലൊരു ടാസിലും കൂടി ചെയ്യുന്നുണ്ട്. ടാസിലില്ലെങ്കിൽ ഊരിയെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ആ സൂചി എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ ഒരു ടാസിലും കൂടെ വെച്ച് കൊടുത്താൽ കാര്യം സെറ്റ്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ വള്ളി കുറച്ച് നീളത്തിലാണല്ലോ എടുത്തേക്കുന്നത്, അത് ഇങ്ങനെ ഫിംഗറിൽ ഒരു 4 ചുറ്റാം. നമ്മൾ എക്സ്ട്രാ ടാസിൽ ഉണ്ടാക്കി ജോയിൻ ചെയ്യണ്ട, ഇതിലേ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സിമ്പിൾ പരിപാടി. 4 ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കുക. ഒരു സൂചി നൂല് കോർത്തിട്ട് സൂചി ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളൊരു കെട്ടിട്ടുണ്ടല്ലോ, ആ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്ത് ഒന്ന് ലോക്കാക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് ചുറ്റിയിട്ട് ആ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ടാസിൽ സ്റ്റാർട്ടാവുന്ന ഭാഗം തൊട്ട് കുറച്ച് ദൂരം വരെ ഈ ത്രെഡ് വെച്ച് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തതാണോ അതും കൂടെ വെച്ച് തന്നെ ചെയ്തതാണോ എന്ന് ആരും അന്വേഷിക്കാൻ വരില്ല, അന്വേഷിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് 1-2 വട്ടം ഒന്ന് കെട്ടിട്ട് വയ്ക്കുക. അപ്പോൾ അതങ്ങനെ സെറ്റായി. പക്ഷെ അങ്ങനെ വിടുമ്പോൾ ഒരു ഭംഗി കുറവില്ലേ, നമുക്ക് അവിടെയും കൂടെ കുറച്ച് മുത്ത് പിടിപ്പിച്ചാലോ. ഓക്കെ, അപ്പോൾ അതാ ഒന്നും കൂടി സൂചി നൂലും സെറ്റാക്കിയിട്ട് ഞാൻ നൂല് കോർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ചുറ്റാണ്ട. ഇപ്പോൾ അതാ ഒരു എക്സ്ട്രാ 2 വാല് നിൽക്കുന്നുണ്ടല്ലേ, ആ വാലിനെ നമുക്കൊന്ന് താത്താം. അത്യാവശ്യം അളവിൽ ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ വാല് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് അവസാനം വെട്ടിക്കളയാം. ഓക്കെ,
ഇനി നമുക്കിതാ ആദ്യം അതിൽ നൂല് കോർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മുത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ റാൻഡമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മുത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ കോർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കയറ്റി അതിലേ വലിക്കുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആണല്ലോ വന്നത്, അപ്പോൾ അവിടെ ഒരു മുത്തിടാം. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് എവിടെയാണോ പുറത്തേക്ക് വരുന്നത് വെച്ചാൽ അവിടെ ഒരു മുത്തിടാം. അങ്ങനെ 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 ഇട്ട് കുറച്ച് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിടില്ലേ, അതേപോലെ. ഇപ്പം കെട്ടിയിട്ട് ബാക്ക് സൈഡിലൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നാലും നമുക്ക് അങ്ങനെയല്ലല്ലോ, ചെയ്യുമ്പോൾ പണി അതിൻ്റെ വൃത്തിക്ക് ചെയ്യണ്ടേ. അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതാ അങ്ങോട്ട് കോർക്കാം. എന്നിട്ട് അവസാനം ഒരു കെട്ടിടാം. അപ്പോൾ ആവശ്യത്തിന് മുത്തിട്ടിട്ട് നമ്മൾ കയ്യിൽ ചുറ്റിയിലോ ആ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുക. രണ്ടും കൂടെ ഈക്വൽ സൈസാക്കാം. അത്രേ ഉള്ളൂ പണി. മാല റെഡിയായി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതും സിമ്പിൾ പരിപാടിയല്ലേ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അല്ല, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാറുമില്ല. ഇത് ശരി. അപ്പോൾ ഓക്കെ, ബൈ.